മനസ്സിലാക്കാൻ കഴിയില്ല. കാര്യം യൂത്ത് തലമുറകളൊന്നും ഈ പടം കാണൂല. ഓക്കെ, ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വട്ടളവും വട്ട്. തെലുങ്കിലൊക്കെ അറിയാലോ, പൊട്ടാസും പടക്കം പൊട്ടിക്കുന്നതിന്റെ ഇടയിൽ ഇതൊന്നും ഓടാൻ ചാൻസ് ഇല്ല. ഒരു പക്ക ഒരു ഇന്നസ് ഡ്രാമ എന്താണോ അതാണ് കിട്ടിയിട്ടുള്ള ഇരുന്നുറങ്ങാം. നമുക്കൊരു പപ്സൊക്കെ വാങ്ങിയിരുന്ന് കഴിച്ചിട്ട് തിന്ന് കിടന്നുറങ്ങാം. വെൽക്കം ബാക്ക്. നടിപ്പ് ചക്രവർത്തിയായി ആക്ടർ ദുൽഖർ സൽമാൻ എത്തുന്ന പാൻ ഇന്ത്യൻ പീരീഡ് ത്രില്ലർ മൂവി കാന്ത. ഇറ്റ്സ് ടൈം ഫോർ പെർഫോമർ DQ. അപ്പോൾ കാന്ത കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ ഉണ്ടാകാനാണ് നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. നേരെ കാന്ത റിവ്യൂലേക്ക്. ബ്രോ, പടം പോരാ, സത്യത്തിൽ സിനിമ പോരാ. ഭയങ്കര ലാഗുള്ള പടമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ പോണ ചില സമയത്ത് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാനൊക്കെ തോന്നിപ്പോയി. ഒരുപാട് ഫോണൊക്കെ നോക്കിയാണ്. ഒരുപാട് ഭയങ്കര ഒന്നും പറയാനില്ല, എന്നാൽ മോശം പറയാനില്ല. കുറച്ച് നല്ല മൂവ്മെന്റ്സ് ഉണ്ട്, പക്ഷെ നല്ല ലാഗ് ഉണ്ട്. നമ്മൾ ദുൽഖറിന്റെ ഒരു ക്ലാസ് പടം ഒന്ന് പ്രതീക്ഷിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ദുൽഖർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദുൽഖറിന്റെ പെർഫോമൻസ് ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. ബാക്കി ഇതിന്റെ സ്റ്റോറി ബേസും സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര ലാഗാണ്. സിനിമാറ്റിക് എലമെന്റ്സ് കുറവാണ്. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ആവറേജ് പടമാണ്. എത്രയൊക്കെ പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ആവറേജ് പടമാണ്. കൊമേഴ്ഷ്യൽ ഇത് തിയേറ്ററിൽ അങ്ങനെ ക്ലിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ പീരീഡ് പടങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവര്, കുറച്ച് ക്ഷമ ഉള്ളവര് കണ്ടിരുന്നാൽ ഇത് കുറച്ച് ദിവസം. കുറുപ്പും അതുപോലെ തന്നെ ലക്കി ഭാസ്കർ പീരീഡ് അല്ല, അതുപോലെ അല്ല ഇത് ഇച്ചിരി ദുൽഖറിന്റെ ഇതുപോലെ സെയിം വേറൊരു സിനിമ വന്നിട്ടുണ്ട്, മഹാനടിയാണെന്ന് തോന്നുന്നു. അതിന്റെ ഫസ്റ്റ് ഹാഫും പിന്നെ വേറെ ഏതോ പടത്തിന്റെ ഒരു സെക്കൻഡ് ഹാഫും പോലെ ഉണ്ട്. അതുകൊണ്ട് വലിയ രസമില്ല കാണാൻ. മെയിനായിട്ട് തമിഴ് തെലുങ്കാണ്, അവിടെ വർക്കാവോ? ഇല്ല, വർക്കാവില്ല ബ്രോ. തെലുങ്കിലൊക്കെ അറിയാലോ, പൊട്ടാസും പടക്കം പൊട്ടിക്കുന്നതിന്റെ ഇടയിൽ ഇതൊന്നും ഓടാൻ ചാൻസ് ഇല്ല. കേരളത്തിൽ ഇത് ക്ലിക്കായി. നാഷണൽ അവാർഡിനുള്ള ചാൻസ് ഉണ്ടോ? നാഷണൽ അവാർഡൊന്നും അങ്ങനെ ഇതൊന്നും ഇല്ല ബ്രോ. ഇല്ല. അതിപ്പോ കിഷ്കിന്ദ കാണത്തിന് ആസിഫിനും കൊടുക്കുന്നില്ല, അവർക്ക് കൊടുക്കുന്നില്ല. എല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് മണി. മൊത്തത്തിൽ ക്ലാസ് സ്ലോ പേസ് ആണ്. ആക്ടിവൈസും എല്ലാരും കൊള്ളായിരുന്നു. എന്നാലും ഒരു എങ്ങനെയാണ് സീറ്റഡ് മൂവ്മെന്റ്, ത്രില്ലർ മൂവ്മെന്റ് എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? സീറ്റഡ് മൂവ്മെന്റ്സ് ആണ്, ത്രില്ലർ മൂവ്മെന്റ്സ് ഉണ്ട്. ബട്ട് ഫുൾ ടൈം ഒരു പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു 75% ട്രാഗ് ആണ്. 25% നല്ല രീതിയിൽ എൻഗേജ് ആക്കാനായിട്ട് ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഹൈപ്പ് എന്തായാലും കാണും. ഒരു ക്ലാസ് മൂവി ആണെങ്കിലും ഹൈപ്പ് ഉണ്ട്. ക്ലാസ് പടമാണ് ആക്ച്വലി. പിന്നെ ആക്ടിംഗ് വൈസ് പുള്ളി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തായിട്ടാണ് തോന്നിയത്. എന്നാലും ഒരു തിയേറ്റർ വർക്ക് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് വെച്ച് കൊമേഴ്ഷ്യലി എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടെ OTT വാച്ച് ആണെങ്കിലും ലെങ്ത് അന്നേരം ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാലും ആക്ടിങ്ങിന് വേണ്ടി കണ്ടിരിക്കാം. പുള്ളിയുടെ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം. സ്റ്റോറി സ്ക്രീൻ പ്ലേ ഭയങ്കര ഗ്രിപ്പിംഗ് അങ്ങനെ പറയാനില്ല. അവരൊരു ഇമോഷണൽ ഇമ്പാക്ട് തോന്നില്ല ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക്. ഫസ്റ്റ് ഹാഫ് വർക്കിംഗ് ആണ്, പക്ഷെ സെക്കൻഡില് അവരെ ക്യാരക്ടേഴ്സ് പലതും പറയുന്ന ഇമോഷൻസ് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഡൗട്ടാണ്. ദുൽഖറിന്റെ ആക്ടിങ്ങും അത്ര വലിയ അല്ല, ആക്ടിങ് ഓക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ക്ലാപ്പ് വർത്തി മൊമെന്റ്സ് ഒരുപാടുണ്ടായിരുന്നു. ദുൽഖറിന്റെ ഒരു ക്ലോസ് വെച്ചാൽ തന്നെ ഒരുപാട് ഇമോഷൻസ് അതിൽ കൂടെ പോകുന്ന കാണാം. എന്താണ് നെഗറ്റീവ് ആയിട്ട് തോന്നിയ സ്റ്റോറി? നെഗറ്റീവ് ഡ്യൂറേഷനും ആ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു സ്ക്രീൻ പ്ലേ, ഈ ആക്ടേഴ്സ് എല്ലാം ഒരു ഇമോഷനിൽ മാറാത്ത പോലെ തോന്നി. അതാണ് പാൻ ഇന്ത്യൻ ഒരു ഭയങ്കര ഹൈപ്പിൽ വന്നുള്ള ആ ഒരു പ്രതീക്ഷ. നല്ല പടമായിരുന്നു. ദുൽഖറിന്റെ പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. ദുൽഖറിന്റെ ഈ പീരിയഡ് പടം ആയതുകൊണ്ട് പഴയ കുറെ സിനിമേന്റെ കുറെ സീൻസ് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ദുൽഖർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫിലിം ആയിട്ടാണ് പോകുന്നത്. അത്ര സ്ലോ പേസ്ഡ് അല്ല എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു സിനിമ, ഇച്ചിരി ഒരു ക്രൈം ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ കാണണ്ടേ. ഡ്രാമ എന്നാണ് പ്രതീക്ഷിച്ചത്. ഒരു പക്ക ഒരു ഇന്നസ് ഡ്രാമ എന്താണോ അതാണ് കിട്ടിയിട്ടുള്ള പടം. ഒരു മാസ് ഓഡിയൻസിന് പറ്റിയ പടമല്ല. ഒരു പക്ക ഒരു ക്ലാസ് എന്താ ഒരു ഡ്രാമ എങ്ങനെ കണ്ടിരിക്കാം അതേപോലത്തെ. എടുത്തു പറയേണ്ടത് എല്ലാവരുടെ പെർഫോമൻസ്. ദുൽഖർ മാത്രമല്ല, ദുൽഖർ, ഭാഗ്യശ്രീ, സമുദ്രകനി, റാണ ഡഗുപതി, ഇവര് 4 പേര് അവരുടെ മാക്സിമം തന്നെ എടുത്തു. കൊമേഴ്ഷ്യൽ ഐറ്റംസ് എങ്ങനെയുണ്ട്? കൊമേഴ്ഷ്യൽ ഐറ്റംസ് അങ്ങനെ പടത്തിലില്ല. കൊമേഴ്ഷ്യലി അങ്ങനെ പറയത്തൊക്കെ ഒന്നുമില്ല. പടം മെയിൻലി പെർഫോമൻസിന് വേണ്ടി കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. ദുൽഖറിന്റെ ആ ഒരു ആക്ടിങ് കേട്ടില്ല. തിയേറ്റർ സക്സസ് ആ ഡൗട്ടാണ്, പക്ഷെ കിട്ടേണ്ടതാണ്. കാരണം പുള്ളിക്കാരൻ അത്രയും ചത്ത് കിടന്ന് ഇതില് പണിയെടുത്തിട്ടുണ്ട് ദുൽഖർ. തമിഴ് ഓഡിയൻസിന് സ്വീകരിക്കാനുള്ളത് എങ്ങനെയുണ്ട്? ഇത്രയും ലാഗും തമിഴ് ഓഡിയൻസിന്റെ അത് അറിയത്തില്ല. അത് ചിലപ്പം ഡ്രോബാക്ക് ആയിരിക്കാം, അവിടെ മേ ബി ആയിരിക്കാം, അറിഞ്ഞൂടാ. പക്ഷെ പറഞ്ഞു ദുൽഖറിന് ഒരു ടൈറ്റിൽ കൊടുക്കാമെങ്കിൽ നടുപ്പ് ചക്രവർത്തി നീ വയ്ക്കും ഒഫീഷ്യലി. അത് പടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ചക്രവർത്തിയായ ദുൽഖർ നടുപ്പ് ചക്രവർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ കൊള്ളാന്നുള്ളതെന്ന് പറയുന്നത് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ച ഒരു തമിഴ് നടനുണ്ട്. അവരെ രണ്ടുപേരും പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ദുൽഖർ നല്ല രീതിയിൽ അഭിനയിച്ച് മികവുറ്റ ഒരു പ്രകടനം, അച്ഛനെ പോലെ ഒരു നല്ലൊരു പ്രകടനമാണ് ദുൽഖർ കാണിച്ചിട്ടുള്ളത്. പിന്നെ പടം ആദ്യം മുതലേ ലാഗായിരുന്നു. അതായത് നമ്മൾ മറ്റേ
മിഷ്യനില്ലാത്ത വള്ളം ഉണ്ടല്ലേ, ഇങ്ങനെ തുഴയൂലേ, അതേപോലെ തുഴഞ്ഞുകൊണ്ടാണ് ആദ്യമേ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഉറക്കം വന്ന് ഞാൻ ഇങ്ങനെ ആകും, ഇങ്ങനെ ഓരോ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഞാൻ എണീക്കണം. ഫസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലായപ്പോൾ തന്നെ ഒരു സ്റ്റോറി, സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്ത സ്റ്റോറി വേറെ ഒരു രീതിയിലാണ് സ്റ്റോറി ചെയ്യുന്നത്. പക്ഷേ ഈ പടം കുറച്ചുകൂടെ ക്ലാസ് പടമായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് പവറായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരുന്നു. കാര്യം ഇപ്പോൾ ഒരു യൂത്ത് തലമുറകൾ തന്നെ വന്നെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടൂല, കൈയടിക്കാനുള്ളൊന്നുമില്ല. പിന്നെ ദുൽഖറിൻ്റെ ഒരു പെർഫോമൻസ് മാത്രം ഉണ്ട്, അല്ല വേറെ ഒന്നുമില്ല ബ്രോ. വേറെ എടുത്ത് പറയാൻ വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും, അത്രേ ഉള്ളൂ. അതിന് ദുൽഖറിൻ്റെ അഭിനയം കിടിലം. ആ സൗണ്ട് ഗാംഭീര്യം, അച്ഛനെ പോലെ സൗണ്ട് ഗാംഭീര്യവും ദുൽഖറിൻ്റെ ആ ഒരു നടുപ്പ് ചക്രവർത്തി തന്നെയാണ്. നല്ലൊരു ലാസ്റ്റ് ക്ലൈമാക്സിൽ ആ കണ്ണൊക്കെ തുറച്ചുള്ള ഒരു സീനൊക്കെ ഉണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാഗായിട്ട് എന്തോ തോന്നിയത്? ലാഗായിട്ട് തോന്നിയത് തുടക്കത്തിൽ മറ്റേ പഴയ സിനിമയിലെ MGRൻ്റെ അവരതൊക്കെ എടുത്ത് കാണിച്ചിട്ട് അത് ഒരുമാതിരി കോമാളിത്തരം കാണിക്കുന്ന ഒരു രീതിയാണ് ആയി കളഞ്ഞത്. പിന്നെ റാണ ഇടയ്ക്ക് വന്നിരുന്ന ഒരു പോലീസ് ഓഫീസർ വന്നെന്ന് കാണിക്കുന്നത് എന്തോന്ന്, ഒരു സൂപ്പർ സ്റ്റാർ നമ്മളെ ലാലേട്ടൻ വന്ന് നിന്ന് ആടുതോമാണെന്ന് കിടന്ന് കാണിക്കും പോലെ ഈ റാണ വന്ന് കാണിച്ചിട്ട് തമിഴിലും തെലുങ്കിലും കൊളുത്തും. ഏത് ആര് റാണയാ? അല്ല, പടം തമിഴിലും തെലുങ്കിലും കൊളുത്തെന്ന് പറയണത് അവർക്ക് ഇത് ശരിക്കായിട്ടുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാര്യം യൂത്ത് തലമുറകളൊന്നും ഈ പടം കാണൂല. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വട്ടളവും വട്ട് കയറും, മനസ്സിലായില്ലേ? പിന്നെ ഇതൊരു അവാർഡ്, ദുൽഖറിന് ക്ഷമ ഉള്ളവർക്ക് ഇത് കാണാം, ക്ഷമ ഉള്ളവർക്ക് കാണാം. പിന്നെ ദുൽഖറിന് ഒരു അവാർഡ് കിട്ടാനും ചിലപ്പോൾ ഇങ്ങനെയുള്ള സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറികൾ എടുത്ത് ചെയ്യാൻ അവാർഡ് കിട്ടാനും ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്തായിരിക്കും, അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. കുഴപ്പമില്ല ബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫിലിം. കാരണം ഒരു ക്ലാസിക്കൽ മൂവിയാണ്, ഒരു സ്ലോ ഫേസിലൂടെ പോവുകയാണ്. കാരണം എന്താ പറയുക, പാൻ ഇന്ത്യൻ സൂപ്പർസ് എന്ന നിലയിൽ DQന്റെ ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സിനിമ ഷൂട്ടിംഗ് ടൈറ്റിൽ നടുപ്പിൻ ചക്രവർത്തി ഡെഫിനറ്റ്ലി പുതിയൊരു പേര് അദ്ദേഹത്തിന് വേണ്ടത് ഇപ്പം എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ആ പറഞ്ഞ വാക്കിന് അർത്ഥം വെക്കുന്ന രീതിയിൽ നല്ല കിടിലം ഒരു 3-4 സീൻ. കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അറിയോ, ഈ പടത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ടും കുറേ സീനുകളും ആ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയായിട്ട് നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യലി വിജയിക്കാനുള്ള ചാൻസ് 100%. കാരണം എന്താ പറയുക, നമ്മുടെ ഈ ക്ലാസിക്കൽ മൂവിയിൽ എൻറ്റയർ ഏരിയ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് ലാഗ് എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നടുപ്പിൻ ചക്രവർത്തി ആക്കി ദുൽഖറിനെ. ബ്രോ, ചക്രവർത്തി മാത്രമേ കൊടുക്കാവുള്ളൂ, പടത്തിലൊന്നും ഇല്ല. പടം ഇരുന്ന് ഉറങ്ങാം. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുക, അഭിനയം നമുക്ക് കാണണം, അഭിനയം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലാതെ ഒരു കഥയിലെ പ്ലോട്ടും അതൊന്നും ക്ലാസ് എന്നുള്ള രീതി കണ്ടിരിക്കാനുണ്ടോ? ഫസ്റ്റ് ഹാഫ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കാണാം, സെക്കൻഡ് ഹാഫ് ഇരുന്നുറങ്ങാം. നമുക്കൊരു പപ്സൊക്കെ വാങ്ങിയിരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. സ്റ്റോറി ഗ്രിപ്പിംഗ് അല്ല. സ്റ്റോറി ഫസ്റ്റ് ഹാഫ് നമുക്ക് എന്ത് വേണം, ഒരു നല്ലൊരു മൂവി, നല്ല പ്ലോട്ടിലോട്ട് പോകുന്ന നല്ല കണക്ടിവിറ്റി കാണുന്നു തോന്നുന്നു. സെക്കൻഡ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വന്ന് റാണയെ കൊണ്ടുവന്ന് റാണയുടെ റോളാണ്. ദുൽഖർ അവിടെ ഇരുന്ന് കഥയും കണ്ടോണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഉറക്കമാണ്. സെക്കൻഡ് ഹാഫ് ഇരുന്ന് ഉറങ്ങാം, നമുക്ക് തിയേറ്ററിൽ വന്നിരുന്ന് ഉറങ്ങാം. തമിഴിൽ തൂക്കുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം തൂക്കും തോന്നല്ല, കാരണം തമിഴിൽ ഉറക്കമായിരിക്കും. പടത്തിന്റെ പോസിറ്റീവ് എന്ന് വെച്ചാൽ ദുൽഖറിന്റെ അഭിനയമാണ്. ദുൽഖർ ഇതുവരെ ചെയ്ത സിനിമകളിൽ പുള്ളിയുടെ അഭിനയം നല്ല രീതിയിൽ കാഴ്ചവെച്ച പടമാണ്. തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു അഭിനയമുള്ള പടമാണ്. പക്ഷെ തിയേറ്റർ വാച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ക്ഷമ വേണം പടം കാണാൻ. ലാഗോ എഴച്ചലോ അങ്ങനെ പോലും പറയാൻ പറ്റാത്ത ഒരു ഇതാണ്, അത് പറയാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റോറിയൊക്കെ കണ്ടുമടുത്ത ഒരു സ്റ്റോറിയാണ്. പിന്നെ ഈ 60s നടക്കുന്ന കഥയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതില്ല. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആ ഒരു നമുക്ക് എന്ത് പറയാൻ, ആ ഒരു പെർഫോമൻസ് വൈസ് ദുൽഖറിന്റെ വേറെ ലെവൽ തന്നെയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ദുൽഖറിന്റെ പെർഫോമൻസ് തന്നെയാണ് പടത്തിലുള്ള. നടിപ്പ് ചക്രവർത്തി എന്ന് തന്നെ പറയാം പടത്തില്. അല്ലാതെ ഒരു മൂവി സിനിമാറ്റിക് ആയിട്ട് നോക്കുമ്പോൾ ലൈക്ക് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി, പടം 3 മണിക്കൂറിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്, അത് മാത്രം ഒരു ഡ്രോബാക്ക് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. അല്ലാതെ പെർഫോമൻസ് വൈസ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും അടിപൊളി തന്നെയാണ്. ഗ്രിപ്പിംഗ് സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നൈസാണ്. ലൈക്ക് ആർട്സ് വർക്ക് ആയാലും ലൈക്ക് അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ ക്യാരക്ടറൈസേഷൻ സൂപ്പർ ആയിട്ടാണ് പെർഫോം ആക്കിയോ ദുൽഖറിനെ. പുള്ളി കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദുൽഖർ ആയാലും സമുദ്രകനി ആയാലും മറ്റേ ഭാഗ്യശ്രീ ബോർസെ, ആ പുള്ളിക്കാർ ഇങ്ങനെ അഭിനയിക്കാൻ ഞാൻ വിചാരിച്ചില്ല. പടം എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് ഒരു ഡ്രാമ കണക്ക് പോകും. ഈ സ്റ്റുഡിയോയിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊരു ഒരു സസ്പെൻസ് പരിപാടി കൊണ്ട് ഇന്റർവൽ നിർത്തും. എന്നിട്ട് സെക്കൻഡ് പാർട്ടിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കണക്ക് പോകും. പടം ലെങ്ത് കൂടുതലാണ്, അത് മാത്രമാണ് ഒരു നെഗറ്റീവ് ഉള്ളത്. 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. പക്ഷെ പടം മൊത്തത്തിൽ പടം എൻഡ് ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര പീക്കായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ജിഗർദണ്ഡ XX ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുമായിട്ടൊക്കെ നല്ല സാമ്യം. സൈലന്റ് ആർട്ട് ഫിലിം മൂഡാണ്. ആർട്ട് ഫിലിം എന്ന് പറയാൻ ആക്കില്ല, ആർട്ട് ഫിലിം എലമെന്റ്സ് ഉണ്ട്, പക്ഷെ അതിലൊരു ത്രിൽ എലമെന്റും കൂടെ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അപ്പോൾ പടം കമേഴ്ഷ്യലി സക്സസ് ആവുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ പുള്ളി കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു ത്രില്ലിംഗ്
എലമെന്റും ഉണ്ട്. ഒരു ക്ലാപ്പ് വർത്തി മൊമെന്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ സ്ലോ ആണോ? അങ്ങനെ ഫീൽ ചെയ്തില്ല പടത്തില്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാണുന്നവർക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പടത്തിലോട്ട് ഇരുന്നാലേ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അതിനോട് ഒരു സൈലന്റ് വാച്ച് ആയിട്ട് തന്നെയാണോ? ആ കൊള്ളായിരുന്നു. പക്ഷേ ക്ലാസ് എല്ലാവർക്കും ഒരുപോലെ. ചിലപ്പോൾ ചിലർ മാസ് പ്രതീക്ഷ പറഞ്ഞവർ കാണും. പക്ഷെ അവർക്ക് അത്രത്തോളം എന്നാലും ആ ഒരു സിനിമയുടെ ട്രെയിലറിനെ കണ്ടാൽ ഒരു ഇന്റൻസ് ഡ്രാമ അങ്ങനെ ആ ഒരു ലെവലിലോട്ട് ഈഗോ ക്ലാഷ് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ അതല്ല, എൻ്റെ ഡിഫറെന്റ് ഒരു ഫീലാണ്. എന്നാലും ഒരു തിയേറ്റർ വാച്ചിനുള്ളതുണ്ടോ? ആ പടം കണ്ടിരിക്കുക. അതാ പറഞ്ഞ പടത്തിനോട്ട് ഈ തിയേറ്ററിലാണ് ചിലപ്പോൾ ഇഷ്ടപ്പെടും. OTT പ്രതീക്ഷിക്കണ്ട. ദുൽഖറിന്റെ ഒരു ആക്ടിംഗ് ഒക്കെ ഭയങ്കര ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയാൻ അങ്ങനല്ല. പക്ഷെ കൊള്ളാം. പുള്ളിയ ഭയങ്കര ചില സീൻസ് ഒക്കെ ഭയങ്കര ഓവറാവും. ആ ഒരു ഹൈപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ ലക്കി ഭാസ്കറിന്റെ അത്ര ഇതായിട്ട് വന്നിട്ടില്ല. എന്നാലും പെർഫോമൻസ് വൈസ് ആണ് പുള്ളിയുടെ പെർഫോമൻസ് നല്ല പീക്ക് പെർഫോമൻസ് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചെറിയൊരു ലാഗ് അവിടെ ഫീൽ ചെയ്യണുണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാനാണ്. പിന്നെ പ്രഡിക്റ്റബിൾ ആണ്, കുറച്ച് പ്രഡിക്റ്റബിൾ. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് മാറിപ്പോകുമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ ആയിരിക്കും വീണ്ടും വരുന്നത്. എന്നാലും ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് അങ്ങനെയൊന്നും ഇല്ലെന്നാണോ? ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. പെർഫോമൻസ് പുള്ളി ഞെട്ടിച്ചളഞ്ഞിട്ടുണ്ട്. പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മാത്രം DQ മാത്രം എടുത്ത് പറയാനല്ല, ബാക്കിയുള്ള എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് റാണയുടെ ക്യാരക്ടർ അത്ര ഇതായിട്ടില്ല. പുള്ളി തന്നെ ഇത്രയും ഒരു വലിയ നടനാണ്. പുള്ളിയെ തന്നെ ആ ക്യാരക്ടർ ചെയ്യണമെന്നില്ല, വേറെ ആർക്ക് വേണമെങ്കിലും അത് തമിഴിലും തെലുങ്കിലൊക്കെ വർക്കാവാൻ വേണ്ടിയായിരിക്കും പുള്ളിയെ കൊണ്ടുവന്നെന്ന് എനിക്ക് ഫീൽ ചെയ്യണം. ഒരു ചാൻസ് ഉണ്ടോ ഓഡിയൻസിന് വർക്കാവാൻ? തമിഴിലും ചിലപ്പം തെലുങ്കിലൊക്കെ ചിലപ്പോൾ വർക്കാവും. നോർമലി കാണുന്ന റെട്രോ സിനിമ തന്നെയാണ് പുള്ളിയുടെ. അത് പുള്ളിക്ക് അടിപൊളിയായി ചെയ്യുന്നുണ്ട് പുള്ളി. ഓക്കെ ദുൽഖർ നടിപ്പ് ചക്രവർത്തിയെ റെട്രോ മോഡ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രമേയത്തിൽ ധാരാളം സിനിമകൾ ഇതിനുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ ഇത് നമുക്കൊരു ഫ്രഷ്നെസ് നമുക്ക് ആകെ മൊത്തം തരുന്നുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ ആർട്ടിസ്റ്റുകളുടെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കഥ ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് അതെല്ലാം വളരെ മികച്ചതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ആക്ടിങ് സ്കില്ലും അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുക. അപ്പം അല്ലെങ്കിൽ 50s 60s കണ്ടുവരുന്ന സിനിമകളെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറ്റപ്പെടുത്താനല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ കുറച്ചൊരു അതിനാടകീയ ഒരു ഗ്രാഫ് കുറച്ചൊന്ന് കൂടുതലായിരിക്കും. അപ്പം അതൊക്കെ സക്സസ്ഫുള്ളി ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ, അപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു നടൻ ഇങ്ങനെ ഈ ഒരു സീൻ മികച്ച രീതിയിൽ പുൾ ഓഫ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോഴത്തേക്ക് പക്ഷേ ഈ ഒരു സീൻ ഇങ്ങനെയാണ്, ഇന്ന എക്സ്പ്രഷൻ ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സീന് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കുറെ കൂടെ ഒരു എങ്ങനെയാണ് ഒരു ഇന്റൻസ് ഡ്രാമ ഫീൽ ഉണ്ട്. ഇന്റൻസ് ഡ്രാമ ഇമോഷണൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ത്രില്ലർ കൂടെ വരുന്നുണ്ട്. ത്രില്ലർ ഒരു ഡ്രാമ ഈ ഒരു ജോണറിൽ നമുക്ക് പറയാം. ആദ്യ പകുതി കൂടുതലും ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ അവരുടെ ലൈഫും കാര്യങ്ങളും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കൂടുതലും അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പം ആകമൊത്തം മൊത്തത്തിൽ ഒരു തിയേറ്റർ വാച്ച് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ആ ഒരു മൂഡിൽ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. അപ്പം ചിലർക്കത് ലാഭമുള്ളതായിട്ട് തോന്നിയേക്കാം. അല്ലാതെ നമ്മൾ ഈ ഒരു എക്സ്പെക്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഒരു പാൻ ഇന്ത്യൻ സംഭവമാണ് ദുൽഖറിന്റെ. അതാണ് ദുൽഖർ എന്ന ആക്ടറിന് ഈ പടം ഒരു വലിയ പോസിറ്റീവാണ്. കാരണം പുള്ളി ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതിൽ എല്ലാ ആക്ടേഴ്സും നന്നായിട്ടുണ്ട്. ഇപ്പം റാണ ആയിക്കോട്ടെ, സമുദ്രക്കന്യാണ്, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡ്യൂറേഷൻ വേണ്ടാന്ന് തോന്നിപ്പോയി ബ്രോ. കാരണം ഈ പടം ഒരു 2 മണിക്കൂറിന് പറയാനുള്ള കണ്ടന്റേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇവർ എന്താണ് ഇത്രയും സ്ട്രെച്ച് ചെയ്ത് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ലെങ്തി ആയി തോന്നി. പക്ഷെ ഒരു കണ്ടന്റ് നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പഴയ സൈലന്റ് വാച്ച് ആണ് പടം. അങ്ങനെയും പറയാൻ തെറ്റൊന്നും പറയാനില്ല. എന്തായാലും ഒരു തിയേറ്റർ വാച്ച് സജസ്റ്റ് ചെയ്യോ ചിലർക്ക്? ക്ഷമയോടെ ഇത്ര സിനിമകൾ കാണാൻ പറ്റുന്നവർക്ക് ഇതൊരു തിയേറ്റർ വാച്ചാണ്. അല്ലാത്തവർ ചിലപ്പം എന്തെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് പടം കുറച്ച് വർക്കൗട്ട് ആയിട്ടുണ്ട്. ദുൽഖറിന്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ആ വാർഡ് ചാൻസ് ഉണ്ട്.